Hello, dear friends. Today we are discussing some important notes of the chapter Mother's Day. Let's move on to the questions and its answers. First of all, we are going to write an essay based on this chapter. This is the question: Appreciation of the play Mother's Day. മദേഴ്സ് ഡേയെ കുറിച്ചൊരു ആസ്വാദനം എഴുതാനാണ്. അതുപോലെ തന്നെ സോഷ്യൽ മെസ്സേജ് ഓഫ് ദ പ്ലേ, ഈ നാടകത്തിൻ്റെ സന്ദേശം എന്താണെന്നാണ്. ഇഷ്യൂസ് ദാറ്റ് ദ പ്ലേ ഹൈലൈറ്റ്സ്, ഈ നാടകം ഹൈലൈറ്റ് ചെയ്യുന്ന, ഫോക്കസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഈ 3 ചോദ്യങ്ങളും ഒരു എസ്സേ രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റാവുന്ന ഒരു ഉത്തരം. ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് വി ആർ ഗിവിംഗ് ആൻ ഇൻട്രൊഡക്ഷൻ. മദേഴ്സ് ഡേ ഈസ് എ പ്ലേ ബൈ J.B. Priestley. It's a satirical and humorous depiction of the status of women, in particular a housewife in a family. നമുക്കറിയാം J.B. Priestleyയുടെ ഒരു പ്ലേ ആണെന്ന്. അതുപോലെ തന്നെ ഒരു സാറ്ററിക്കലായിട്ടുള്ള, ആക്ഷേപഹാസ്യ രൂപത്തിലുള്ള, ഹ്യൂമറസ് ഡെപ്പിക്ഷൻ, സരസമായ ചിത്രീകരണം എന്നാണ്. ഡെപ്പിക്ഷൻ എന്ന് പറഞ്ഞാൽ ചിത്രീകരണം എന്നാണ് അർത്ഥം. ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ വിവരിച്ചിട്ടുള്ള ഇതിനെക്കുറിച്ചാണ്. എബൌട്ട് ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ, സ്ത്രീകളുടെ അവസ്ഥകളെക്കുറിച്ച്, പ്രത്യേകിച്ചും ഒരു കുടുംബത്തിലെ ഹൗസ് വൈഫിൻ്റെ ജീവിതത്തെക്കുറിച്ച് സരസമായി വിശദീകരിച്ചിരിക്കുന്ന ഒരു നാടകമാണിത്. എ ഹൗസ് വൈഫ് ഡെഡിക്കേറ്റ്സ് ഓൾ ഹെർ ടൈം ഇൻ ദ സർവീസ് ഓഫ് എ ഫാമിലി. നമുക്കറിയാം, ഒരു വീട്ടമ്മ, ഹൗസ് വൈഫെന്നോ ഹൗസ് മേക്കർന്നോ ഒക്കെ പറയാം അല്ലേ. ഒരു വീട്ടമ്മ തൻ്റെ ജീവിതം, എല്ലാ സമയവും, ജീവിതം തന്നെ എന്നാണ് പറയുന്നത് അല്ലേ, ഡെഡിക്കേറ്റ്സ് ഓൾ ഹെർ ടൈം ഇൻ സർവീസ് ഓഫ് ഹെർ ഫാമിലി. തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് മുഴുവൻ സമയവും ചെലവഴിക്കുന്നത്, അവരുടെ സേവനത്തിന് വേണ്ടി. ബട്ട് ഹെർ ഫാമിലി നെവർ അക്നോളജ് ഹെർ സർവീസസ്. പക്ഷേ കുടുംബമാകട്ടെ ഒരിക്കലും തിരിച്ചറിയുന്നില്ല. അക്നോളജ് പറഞ്ഞാൽ റെക്കഗ്നൈസ് എന്നുള്ള അർത്ഥം കൂടിയുണ്ട്, തിരിച്ചറിയുക. ഹെർ സർവീസസ് ഓർ താങ്ക് ഹെർ ഫോർ ഓൾ ദാറ്റ് ഷീ ഡസ് ഫോർ ദം. അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിനും ഒരു നന്ദി വാക്കുപോലും പറയാത്ത ആളുകളാണ് മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. ഹെർ നീഡ്സ് ആർ ഓഫൺ നെഗ്ലക്റ്റഡ്. തൻ്റെ ആവശ്യങ്ങളെല്ലാം പലപ്പോഴും നിരാകരിക്കപ്പെടുകയാണ് കുടുംബാംഗങ്ങളാൽ ചെയ്യപ്പെടുന്നത്. വീട്ടമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്പോഴും തള്ളിക്കളയപ്പെടുകയാണ്. ദ പ്ലേ ഹാസ് ത്രോൺ ലൈറ്റ് അപ്പോൺ ക്രൂഷ്യൽ ആൻഡ് കോമൺ ലൈഫ് ഇഷ്യൂസ് ത്രൂ ദ ക്യാരക്ടർ മിസ്സിസ് പേഴ്സൺ, എ മദർ ഹൂസ് ഇഫേർട്സ് ആർ ഇഗ്നോർഡ് ബൈ ഹെർ ഫാമിലി. അങ്ങനെയുള്ള ഒരമ്മയുടെ, മിസ്സിസ് പേഴ്സൻ്റെ കഥയാണിത്. ദ പ്ലേ ഹാസ് ത്രോൺ ലൈറ്റ് അപ്പോൺ, ഈ നാടകം വെളിച്ചം വീശുന്നത് എങ്ങോട്ടാണ്? അപ്പോൺ ക്രൂഷ്യൽ ആൻഡ് കോമൺ ലൈഫ് ഇഷ്യൂസ്, ക്രൂഷ്യലായിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സാധാരണ ജീവിത സാഹചര്യങ്ങളിലേക്കാണ് വെളിച്ചം വീശുന്നത്. ആരിലൂടെ? ത്രൂ ദ ക്യാരക്ടർ മിസ്സിസ് പേഴ്സൺ. എ മദർ, മിസ്സിസ് പേഴ്സൺ എന്ന് പറയുന്നൊരു അമ്മയാണ്. ഹൂസ് ഇഫേർട്സ് ആർ ഇഗ്നോർഡ് ബൈ ഹെർ ഫാമിലി. അവരുടെ പ്രയത്നങ്ങളെല്ലാം കുടുംബാംഗങ്ങളാൽ ഇഗ്നോർ ചെയ്യപ്പെടുന്നു അല്ലേ. ഇഗ്നോർ ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തള്ളിക്കളയപ്പെടുക. ഇറ്റ് നരേറ്റ്സ് ഹൗ ദ ഫാമിലി മെമ്പേഴ്സ് ഹൂ വർക്ക് 8 hours ഷിഫ്റ്റ്സ് എ ഡേ look upon her although she works for the whole day or all week. ഇത് നരേറ്റ് ചെയ്യുന്നത്, ഈ കഥ വിവരിക്കുന്നത് 8 മണിക്കൂർ ജോലി ചെയ്യുന്ന മെമ്പേഴ്സ് എങ്ങനെയാണ് ആഴ്ച മുഴുവൻ അല്ലെങ്കിൽ മാസം മുഴുവൻ, വർഷം മുഴുവൻ സമയത്തിൻ്റെ കണക്കൊന്നുമില്ലാതെ ജോലി ചെയ്യുന്ന വീട്ടമ്മയെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ദ അതർ സബ്ജക്റ്റ് ബീയിങ് ടോക്ഡ് അബൌട്ട് ഇൻ ദ ലെസൺ ഈസ്, ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈസ് ദ റീസൺ വൈ എ ഹൗസ് വൈഫ് ഇവേഴ്സ് ആർ ഓവർലുക്ഡ്. എന്തുകൊണ്ടാണ് വീട്ടമ്മയുടെ പ്രയത്നങ്ങളെല്ലാം കാണാതെ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ദേ നെവർ ബോസ്റ്റ് അബൌട്ട് വാട്ട് ദേ ഡു ആൻഡ് ഡോണ്ട് ആസ്ക് ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഒരിക്കലും പൊങ്ങച്ചം പറയുന്നില്ല. ദേ നെവർ ബോസ്റ്റ്, ഞാനത് ചെയ്തു, ഞാനത് ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്ന് പറയാറില്ല. അബൌട്ട് വാട്ട് ദേ ഡു, അവർ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് പറയാറില്ല. ആൻഡ് ഡോണ്ട് ആസ്ക് ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ, ഒന്നും തന്നെ തിരിച്ച് ആവശ്യപ്പെടുകയുമില്ല. ചെയ്തതിന് പകരം ഇന്നത് വേണം എന്നൊന്നും പറയാറില്ല. ദേ ഡോണ്ട് ഈവൻ സ്പീക്ക് അപ്പ് ഫോർ ദ റെസ്പെക്ട് ദേ ഡിസേർവ് ജസ്റ്റ് ബിക്കോസ് ദേ ഡു നോട്ട് വാണ്ട് ടു മേക്ക് ദ ഫാമിലീസ് റിയലൈസ് ദേ ആർ ഇൻസെൻസിറ്റീവ് ആൻഡ് ബ്ലൈൻഡ് ടുവേർഡ്സ് ഹെർ. ദേ ഡോണ്ട് ഈവൻ സ്പീക്ക് അപ്പ്, അവർ ഒരിക്കലും തുറന്നു പറയുന്നില്ല. ഫോർ ദ റെസ്പെക്ട് ദേ ഡിസേർവ്, അവർ അർഹിക്കുന്ന, അവർ ഡിസേർവ് ചെയ്യുന്ന റെസ്പെക്റ്റ് ഉണ്ടല്ലോ, ഒരു ആദരവ്, അത് കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരിക്കലും ആഗ്രഹിക്കാറില്ല, ചോദിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ഡു നോട്ട് വാണ്ട് ടു മേക്ക് ദെയർ ഫാമിലീസ് റിയലൈസ്, അവർക്കൊരിക്കലും തങ്ങളുടെ കുടുംബം താൻ ചെയ്യുന്ന പ്രവൃത്തികൾ തിരിച്ചറിയണമെന്ന് ആഗ്രഹമില്ല. റിയലൈസ് ദേ ആർ ഇൻസെൻസിറ്റീവ് ആൻഡ് ബ്ലൈൻഡ് ടുവേർഡ്സ് ഹെർ, അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ തന്നെക്കുറിച്ച് തീരെ സെൻസിറ്റീവ് അല്ല, തന്നെ പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ് എന്നവരെ ബോധ്യപ്പെടുത്തണമെന്ന് ഈ വീട്ടമ്മയ്ക്കില്ല. അതുപോലെ തന്നെ ബ്ലൈൻഡ്, അവർ അന്ധരാണ്. ആരുടെ മേൽ അന്ധരാണ് എന്നാണ്? ബ്ലൈൻഡ് ടുവേർഡ്സ് ഹെർ.
അപ്പോൾ വീട്ടമ്മയുടെ നേരെ എപ്പോഴും കണ്ണടയ്ക്കുന്ന ആളുകളാണ് മറ്റുള്ളവർ എന്നുള്ള രീതിയിൽ സംസാരിക്കണമെന്നൊരിക്കലും വീട്ടമ്മയ്ക്ക് ആഗ്രഹമില്ല. തൻ്റെ പ്രശ്നങ്ങളൊന്നും കുടുംബം കേൾക്കുന്നില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നത് ഒരു അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നാണ്. മദേഴ്സ് ആൻഡ് വൈഫ്സ് ഷവർ ലവ് അൺകണ്ടീഷണലി. അമ്മമാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും അവരെന്ത് ചെയ്യുന്നു? ദേ ഷവർ ലവ്. ഷവർ എന്ന് വെച്ചാൽ മഴ എന്നൊക്കെയാണ്, അല്ല ഇവിടെ സ്നേഹം പൊഴിക്കുക എന്നാണ്. അവരങ്ങനെ സ്നേഹം പൊഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അൺകണ്ടീഷണലി, പ്രത്യേകിച്ചൊന്നും വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു കണ്ടീഷനും ഇല്ല, അങ്ങനെ അവർ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു കുടുംബങ്ങളെ. ദേ ഡോണ്ട് വാണ്ട് മച്ച് അതർ ദാൻ സ്പെൻഡിങ് സം ലീഷർ ആൻഡ് ഹാപ്പി ടൈം വിത്ത് ദെയർ ഫാമിലി. അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് കുറച്ച് ലീഷർ ടൈം, ഒഴിവ് സമയം, അല്ലെങ്കിൽ കുറച്ചധികം സമയം തൻ്റെ കുടുംബത്തോടു കൂടി സന്തോഷമായിട്ട് ചിലവഴിക്കുക എന്നുള്ളത് മാത്രമാണ്. The play talks about how precious mothers and housewives are and how they deserve a lot more than that is given. ഈ ഒരു നാടകം പറയുന്നത്, The play talks about how precious mothers, ഈ മൂല്യമുള്ള വിലമതിക്കാനാവാത്ത അമ്മമാരും അതുപോലെ തന്നെ ഹൗസ് വൈഫ്സും എങ്ങനെയാണ് എന്നാണ്. അതുപോലെ തന്നെ ആൻഡ് ഹൗ ദേ ഡിസേർവ് എ ലോട്ട് മോർ ദാൻ ദാറ്റ് ഈസ് ഗിവൺ, അവർക്ക് നൽകുന്നതിനേക്കാൾ എത്രയധികം അവർ അർഹിക്കുന്നു എന്നുള്ളതും കൂടി ഈ കഥയിലെ പ്രതിപാദ്യമാണ്. In the story, the protagonist's friend, Mrs. Fitzgerald, നമ്മുടെ പ്രൊട്ടേഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം കഥാനായകൻ അല്ലെങ്കിൽ നായിക എന്നൊക്കെയാണ്. ഇതിലെ മെയിൻ കഥാപാത്രത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്ന ഫിറ്റ്ജെറാൾഡ്, ഹു ഈസ് എ ഫോർച്യൂൺ ടെല്ലർ. അറിയാം, പുള്ളിക്കാരത്തേക്ക് മാജിക്കൊക്കെ അറിയാം, ഭാവിയെക്കുറിച്ച് സംസാരിക്കാൻ അറിയാം. ആ ഫോർച്യൂൺ ടെല്ലർ ഹെൽപ്സ് ഹെർ ഏൺ ദ പ്ലേസ് ആൻഡ് റെസ്പെക്ട് ഷീ ഡിസേർവ്സ് ആസ് ദ വുമൻ ഇൻ ദ ഹൗസ്. അവരാണ് ഈ നമ്മുടെ കഥാപാത്രത്തെ സഹായിക്കുന്നത്, അർഹിക്കുന്ന ഒരു പരിഗണന വീട്ടിൽ കിട്ടാൻ വേണ്ടി. ബട്ട് ഇൻ റിയൽ ലൈഫ്, പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ, വിൽ ദർ ബി എനി വൺ ടു പ്ലേ ദാറ്റ് റോൾ, ആരെങ്കിലും ഈ ഒരു റോള് അല്ലെ ഫിറ്റ്ജെറാൾഡിൻ്റെ റോള് കളിക്കാൻ ഉണ്ടാകുമോ? നോ ഡൗട്ട് ആഫ്റ്റർ റീഡിങ് ദിസ് പ്ലേ, ഒരു സംശയവുമില്ല, ഈ ഒരു നാടകം വായിച്ചതിന് ശേഷം ഓൾ ദി സൺസ് ആൻഡ് ഡോട്ടേഴ്സ് വിൽ ഇൻട്രോസ്പെക്ട്. എല്ലാ മക്കളും, ആൺമക്കളായാലും പെൺമക്കളായാലും, അവർ എന്ത് ചെയ്യും? ഇൻട്രോസ്പെക്റ്റ് ചെയ്യും. ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക, ഉള്ളിലേക്ക് നോക്കുക എന്നാണ്. സ്വന്തം വീട്ടിലേക്ക് നോക്കുക, അല്ലെങ്കിൽ അവനവനിലേക്ക് തന്നെ നോക്കുക. ഹൗ ദേ ഹാവ് ബീൻ ടുവേർഡ്സ് ദെയർ മദർ, താൻ എങ്ങനെയാണ് ഇത്രയും കാലം സ്വന്തം അമ്മയോട് പെരുമാറിയത് എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പം അത്രയും ഇൻഫ്ലുവൻഷ്യലാണ് ഈ ഒരു സ്റ്റോറി എന്നാണ്. സോ ദിസ് വാസ് ദ കൺക്ലൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ആർ മിസ്സിസ് പേഴ്സ് ആൻഡ് മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് കോൺട്രാസ്റ്റഡ്? രണ്ടുപേരും തമ്മിലുള്ള വൈരുദ്ധ്യം എന്താണ്? The two ladies are sharply contrasted. രണ്ടുപേർക്കും ഭയങ്കര വൈരുദ്ധ്യമാണുള്ളത്. മിസ്സിസ് പേഴ്സൺ ഈസ് എ പ്ലസൻറ്റ് ബട്ട് വറീഡ് ലുക്കിംഗ് വുമൺ ഇൻ ഹെർ 40s. 40 വയസ്സുള്ള പ്ലസൻറ്റ് ലുക്കിംഗ് ആയിട്ടുള്ള, അല്ലെ, മുഖത്ത് ഒരു പുഞ്ചിരി എപ്പോഴും ഫിറ്റ് ചെയ്ത് നടക്കുന്ന, പക്ഷേ ഒരു വറീഡ്, എന്തോ ഒരു വിഷമം മുഖത്ത് നിഴലിക്കുന്നുമുണ്ട്, അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ്. ഷീ സ്പീക്സ് ഇൻ എ ലൈറ്റ് ഫ്ലറീഡ് സോർട്ട് ഓഫ് ടോൺ. എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത്? എ ലൈറ്റ് ഫ്ലറീഡ് സോർട്ട് ഓഫ് ടോൺ. ഹെർ ലൈഫ് ഈസ് കൺഫൈൻഡ് ഇൻ ദ 4 walls ഓഫ് ഹെർ ഹൗസ്. അവരുടെ ജീവിതം 4 ചുമരുകൾക്കുള്ളിൽ കൺഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നു, ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് ഈസ് ഓൾഡർ, ഹെവിയർ ആൻഡ് ഹാസ് എ സ്ട്രോങ് പേഴ്സണാലിറ്റി. അല്ലേ, ഫിറ്റ്ജെറാൾഡിൻ്റെ കാര്യം പാടെടുത്തപ്പോൾ പറഞ്ഞാണ്. ഓൾഡറാണ്, ഒന്നും കൂടി പ്രായമുണ്ട് അല്ലേ. ഹെവിയർ, ശക്തിയുള്ള, ഭാരം കൂടുതലുള്ള. ആൻഡ് ഹാസ് എ സ്ട്രോങ് പേഴ്സണാലിറ്റി, കണ്ടാലറിയാം സ്ട്രോങ് ആണെന്ന്. ഷീ ഈസ് ബോൾഡ് ആൻഡ് നോസ് സം മാജിക്. അത്യാവശ്യം ബോൾഡാണ്, അതുപോലെ തന്നെ കുറച്ച് തന്ത്രവിദ്യകളൊക്കെ കയ്യിലുണ്ട്. ഷീ ഹാസ് എ ഡീപ്പ് വോയിസ്. ഡീപ്പ് വോയിസിൻ്റെ ഉടമയാണ്, ഒരു മാൻലി വോയിസിൻ്റെ, ബേസ് ഉള്ള വോയിസിൻ്റെ ഉടമയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫോർച്യൂൺ ഡസ് മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് പ്രെഡിക്റ്റ് ഫോർ മിസ്സിസ് പേഴ്സൺ? മിസ്സിസ് പേഴ്സണോട് പറഞ്ഞ ഭാഗ്യം എന്താണ്? അല്ലേ, ഫോർച്യൂൺ ടെല്ലർ അല്ലേ, ഭാവിയെക്കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ഫിറ്റ്ജെറാൾഡ് പിയേഴ്സിനെ കുറിച്ച് പറഞ്ഞത്? മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് ഈസ് ക്വൈറ്റ് അൺസർട്ടൺ ഇൻ ഹെർ പ്രഡിക്ഷൻസ്. നമുക്കറിയാം എന്താണ് പറഞ്ഞതെന്ന്, എല്ലാം നിൻ്റെ കയ്യിലാണ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഫിറ്റ്ജെറാൾഡ് ഈസ് ക്വൈറ്റ് അൺസർട്ടൺ. പുള്ളിക്കാരത്തേക്ക് കൃത്യമായിട്ട് കാര്യമൊന്നും പറയാൻ പറ്റിയിട്ടില്ല, അൺസർട്ടൺ ആയിട്ടാണ് പറഞ്ഞത്, ഒന്നും തീർച്ചപ്പെടുത്തി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകൂട്ടി ഒരു കാര്യം പറയുന്നതല്ലേ, പ്രവചിക്കുന്നതിനാണ് പ്രഡിക്ഷൻ. അപ്പോൾ പ്രവചനം അത്ര സേർട്ടൺ ഒന്നും ആയിരുന്നില്ല. ഷീ സെയ്സ് ഇറ്റ് കുഡ് ബി എ ഗുഡ് ഫോർച്യൂൺ ഓർ ബാഡ് വൺ. നല്ലതാകാം മോശമാകാം എന്നാണ് പറഞ്ഞത്. ഓൾ ഡിപ്പെൻഡ്സ് ഓൺ മിസ്സിസ് പേഴ്സൺ ഹെർസെൽഫ് നൗ. എല്ലാം മിസ്സിസ് പേഴ്സൻ്റെ കയ്യിലാണ്. ഷീ ആസ്ക്സ് ഹെർ ടു പ്രിപ്പയർ മെൻ്റലി ടു ബി ഫേം. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ, മാനസികമായി തയ്യാറെടുക്കാനാണ് മിസ്സിസ് പേഴ്സണോട് അവർ ആവശ്യപ്പെടുന്നത്. ഹെർ ഫോർച്യൂൺ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്. അവരുടെ ഭാഗ്യം അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുക. വാട്ട് പ്രോബ്ലം ഡസ് മിസ്സിസ് പേഴ്സൺ ഫേസ്? പേഴ്സൻ്റെ പ്രോബ്ലം എന്താണ്? ഹൂ ഡു യു തിങ്ക് ഹീസ് റെസ്പോൺസിബിൾ ഫോർ ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്? ഇങ്ങനെ പ്രശ്നമുണ്ടാകാനുള്ള ഉത്തരവാദി ആരാണ്? എന്താണ് പ്രശ്നമെന്ന് നമുക്കറിയാം. മിസ്സിസ് പേഴ്സൺ എ ടിപ്പിക്കൽ ഹൗസ് വൈഫ്.
ഒരു മാതൃകയാണ് അല്ലേ, മാതൃക ഹൗസ് വൈഫാണ്, വീട്ടമ്മയാണ് മിസ്സിസ് പേഴ്സൺ. ഡിവോട്ട്സ് ഓൾ ഹെർ ടൈം ആൻഡ് എനർജി ടു സെർവ് ഹെർ ഫാമിലി. ഫാമിലിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന, തൻ്റെ മുഴുവൻ ഊർജ്ജവും ചെലവഴിക്കുന്ന ഒരു വീട്ടമ്മ. ബട്ട് ദ തോട്ട്ലെസ് ആൻഡ് സെൽഫിഷ് ഹസ്ബൻഡ്, സൺ ആൻഡ് ഡോട്ടർ, അവരെക്കുറിച്ച് ചിന്തിക്കാത്ത സ്വാർത്ഥരായ ഭർത്താവും മക്കളും, ഗോ ഔട്ട് എവറി നൈറ്റ്, എല്ലാ രാത്രിയും പുറത്തു പോകുന്നു, ടു എൻജോയ് ദംസെൽവ്സ് ലിവിങ് മിസ്സിസ് പേഴ്സൺ അലോൺ അറ്റ് ഹോം. ആർമാദിക്കാൻ വേണ്ടിയിട്ട് അവർ പുറത്തേക്ക് പോകുന്നത്, പക്ഷേ ആ സമയത്ത് മിസ്സിസ് പേഴ്സൺ വീട്ടിലൊതുങ്ങിക്കൂടുന്നു. ഷീ ഈസ് നോ ബെറ്റർ ദാൻ എ സെർവൻറ്റ് ഇൻ ഹെർ ഓൺ ഹോം. സ്വന്തം വീട്ടിലെ ഒരു സെർവൻറ്റിനെ പോലെ. മിസ്സിസ് പേഴ്സൺ ഹെർസെൽഫ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇൽ ട്രീറ്റ്മെൻറ്റ്. മറ്റാരുമല്ല ആ ഒരു അവഗണനയ്ക്ക് ഉത്തരവാദി, അവർ തന്നെയാണ്. കാരണം എന്താണ് പറയുന്നത്, റെസ്പോൺസിബിൾ ഫോർ ദ ഇൽ ട്രീറ്റ്മെൻറ്റ്, നെഗ്ലക്റ്റ് ആൻഡ് ലാക്ക് ഓഫ് കൺസേൺ ഷോൺ ടു ഹെർ ആസ് ഷീ വെയിറ്റ്സ് ഓൺ ഹാൻഡ് ആൻഡ് ഫുഡ്. എല്ലാ ഓർഡറിനും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചതല്ലേ, അവർ തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിന് ഉത്തരവാദി. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ പ്ലേ മദേഴ്സ് ഡേ ടോക്ക് അബൌട്ട്? എന്തിനെക്കുറിച്ചാണ് മദേഴ്സ് ഡേ പറയുന്നത്? നമ്മുടെ ചോദ്യം ടെക്സ്റ്റിലുള്ളതാണ്. ഇതെന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ദ സ്റ്റാറ്റസ് ഓഫ് എ മദർ, എ ഹൗസ് വൈഫ്, ഹോം മേക്കർ ഇൻ ഹെർ ഫാമിലി. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ദ സ്റ്റാറ്റസ് ഓഫ് എ മദർ ഇൻ ഹെർ ഫാമിലി, അല്ലെങ്കിൽ എ ഹൗസ് വൈഫ് ഇൻ ഹെർ ഫാമിലി, ദ സ്റ്റാറ്റസ് ഓഫ് എ ഹോം മേക്കർ ഇൻ ഹെർ ഫാമിലി. അടുത്തത്, വൈ ഈസ് മിസ്സിസ് പേഴ്സൺ സോ അൺഹാപ്പി ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പ്ലേ? തുടക്കത്തിൽ മിസ്സിസ് പേഴ്സൺ അസന്തുഷ്ടയായി കാണപ്പെടുവാനുള്ള കാരണം എന്താണ്? മിസ്സിസ് പേഴ്സൺ ഫൗണ്ട് ഹെർ ഫാമിലി സോ സെൽഫിഷ്. തൻ്റെ കുടുംബം വളരെ സ്വാർത്ഥനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഈവൻ ദോ ഷീ ഈസ് സോ ഫോണ്ട് ഓഫ് ദം, അവർക്ക് ഒരുപാട് സ്നേഹം തൻ്റെ ഫാമിലിയോടുണ്ടെങ്കിലും മറ്റുള്ളവർ അത് കാണിക്കുന്നില്ല. ദേ ആർ തോട്ട്ലെസ് ഓഫ് ഹെർ ഫീലിങ്സ് ആൻഡ് അരോഗൻറ്റ് ടുവേർഡ്സ് ഹെർ. അവരുടെ ഫീലിങ്സിന് ഒരു ഇമ്പോർട്ടൻറ്റും കൊടുക്കാതെ വളരെ അരഗൻ്റായിട്ട്, അഹങ്കാരത്തോടു കൂടി മാത്രമാണ് പെരുമാറുന്നത് അവളോട്. ഷീ ഈസ് ഓഫൻ ട്രീറ്റഡ് ആസ് എ സെർവൻറ്റ്. പലപ്പോഴും ഒരു വേലക്കാരിയോടെന്ന പോലെ പെരുമാറുന്നു. അടുത്ത ചോദ്യം, വാട്ട് ഡസ് മിസ്സിസ് പേഴ്സൺ ടെൽ ജോർജ് അബൌട്ട് പീപ്പിൾസ് കൺസെപ്ഷൻ അബൌട്ട് ഹിം അറ്റ് ദ ക്ലബ്? മിസ്സിസ് പേഴ്സൺ, അതായത് ഫിറ്റ്ജെറാൾഡിൻ്റെ രൂപത്തിലുള്ള മിസ്സിസ് പേഴ്സൺ തൻ്റെ ഭർത്താവിനോട്, ജോർജിനോട് പറയുന്നുണ്ട് ക്ലബിലെ ആളുകൾക്ക് ജോർജിനോടുള്ള ഒരു പെരുമാറ്റം എങ്ങനെയാണെന്ന്. അപ്പോൾ എന്താണത്? മിസ്സിസ് പേഴ്സൺ ടെൽസ് ജോർജ് ദാറ്റ് പീപ്പിൾ അറ്റ് ദ ക്ലബ് ആർ ഓൾവേസ് ലാഫിങ് അറ്റ് ഹിം. പറഞ്ഞത് ഇതാണ്, ക്ലബിലെ ആളുകളെല്ലാം അദ്ദേഹത്തെ കളിയാക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എങ്ങനെ? ബിഹൈൻഡ് ഹിസ് ബാക്ക്. ബിഹൈൻഡ് ഹിസ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ പോയി കഴിഞ്ഞാലുള്ള കളിയാക്കലല്ലേ അത്. ആൻഡ് കോളിങ് ഹിം നെയിംസ് ലൈക്ക് പോംപി ഓംപി പേഴ്സൺ. അവർ ആണ് പോയി കഴിഞ്ഞാൽ അയാളെ കളിയാക്കും, എന്നിട്ട് ചില പേരുകളൊക്കെ വിളിക്കും അല്ലേ, ഇരട്ട പേര്, പോംപി ഓംപി പേഴ്സൺ എന്നൊക്കെ വിളിക്കാറുണ്ട്. ആസ് ദേ തിങ്ക് ഹീ ഈസ് സോ സ്ലോ ആൻഡ് പോംപസ്. വളരെ സ്ലോ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, അതുപോലെ തന്നെ പോംപസ്, കുറച്ച് പൊങ്ങച്ചം ഉള്ള ആളാണ്, അതുകൊണ്ടാണ് അയാൾ എങ്ങനെ കളിയാക്കുന്നത് എന്നാണ് മിസ്സിസ് പേഴ്സൺ പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് സജഷൻ ടു മിസ്സിസ് പേഴ്സൺ ഹൗ ഷീ വുഡ് മെയിൻറ്റെയിൻ ദാറ്റ് അറ്റ്മോസ്ഫിയർ ഓഫ് ഡിസിപ്ലിൻ ആൻഡ് റിയലൈസേഷൻ ദാറ്റ് ഷീ ക്രിയേറ്റഡ്? മിസ്സിസ് പേഴ്സണോട് മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് കുറച്ച് സജഷൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ. ഈ ഫാമിലിയിലെ ആ അറ്റ്മോസ്ഫിയർ ഓഫ് ഡിസിപ്ലിൻ, അച്ചടക്കം എങ്ങനെ പരിപാലിക്കണം, താനുണ്ടാക്കിയ ഒരച്ചടക്കമുണ്ട്. ഫിറ്റ്ജെറാൾഡിന് ആ കുടുംബത്തിലൊരു മര്യാദ ഉണ്ടാക്കാൻ സാധിച്ചില്ല. മിസ്സിസ് പേഴ്സണോട് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഫാമിലിയെ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താണ് ഫിറ്റ്ജെറാൾഡ് പറഞ്ഞത്? മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് സജസ്റ്റഡ് ദാറ്റ് Mrs. Pearson was not to start any explaining or apologizing or it would spoil the good work that she was done. ഇങ്ങനെ ആവശ്യമില്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, അപ്പോളജൈസ്, മാപ്പിരുന്നുകൊണ്ട് ഇങ്ങനെ ഇനിയും തുടരരുത് എന്നാണ് ഫിറ്റ്ജെറാൾഡ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെയ്താൽ ഇറ്റ് വിൽ സ്പോയിൽ ദ ഗുഡ് വർക്ക്. അവർ ചെയ്ത ഗുഡ് വർക്ക് ഉണ്ടല്ലോ, അതായത് ഫാമിലിയെ നേരാക്കി അല്ലേ, അത് ഇല്ലാണ്ടാവും, അതിൻ്റെ ഇഫക്റ്റ് ഇല്ലാണ്ടാവും. ഷി വാസ് ആസ്ക്ഡ് ടു ജസ്റ്റ് ഗീവ് ഹെർ ചിൽഡ്രൻ ആൻഡ് ഹസ്ബൻഡ് എ ലുക്ക്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ജസ്റ്റ് ഒന്ന് നോക്കുക, രൂക്ഷമായ രീതിയിൽ നോക്കുക. ഓർ എ ഫേം ടോൺ, അല്ലെങ്കിൽ ഉറച്ച രീതിയിൽ സംസാരിക്കുക. ടു സജസ്റ്റ് ദാറ്റ് ഷീ മൈറ്റ് ബി ടഫ്, സൂചിപ്പിച്ചുകൊണ്ട്, സജസ്റ്റ് ചെയ്തുകൊണ്ട്. എന്ത് സൂചിപ്പിച്ചുകൊണ്ട്? വേണ്ടി വന്നാൽ വളരെ ടഫായിട്ട്, റഫായിട്ട് പെരുമാറുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവരെ ഒന്ന് ഉറച്ച രീതിയിൽ നോക്കുക, ഉറച്ച തീരുമാനമെടുക്കാനാണ് ഫിറ്റ്ജെറാൾഡ് മിസ്സിസ് പേഴ്സണോട് ആവശ്യപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സിറിൽസ് പ്രൈം ഫോൾട്ട് ആസ് എക്സ്പ്രസ്ഡ് ബൈ മിസ്സിസ് പേഴ്സൺ? മിസ്റ്റർ സിറിലിൻ്റെ പ്രശ്നം, പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്നാണ് പേഴ്സൺ പറയുന്നത്? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു ഭാഗം നമ്മുടെ ടെക്സ്റ്റിലില്ല. എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഈ ചോദ്യം ഇതിൽ ചോദിച്ചത് എന്ന് അറിയില്ല, പക്ഷേ ടെക്സ്റ്റിൽ ഈ ചോദ്യമുണ്ട് അല്ലേ, അതുകൊണ്ട് മാത്രം അതിൻ്റെ ഉത്തരം പറയാം. അക്കോർഡിംഗ് ടു മിസ്സിസ് പേഴ്സൺ, Cyril spends too much time and money at greyhound races and dirt tracks and ice shows.
വെറുതെ പുറത്ത് പോയി റേസിങ്ങിനും ഐസ് ഷോസിനും ഒക്കെയാണ് പൈസയും സമയമൊക്കെ ചെലവഴിച്ചിരുന്നത് അല്ലേ. അതുമാണ് പ്രശ്നം എന്നാണ് മിസ്സിസ് പേഴ്സൺ പറഞ്ഞത്. അടുത്തത്, ദ ഫാമിലി ഓഫ് മിസ്സിസ് പേഴ്സൺ ഡസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ഹെർ ട്രൂ വാല്യൂ ആൻഡ് ഡസ് നോട്ട് ഷോ ദ ഗ്രാറ്റിറ്റ്യൂഡ്. പിക്ക് ഔട്ട് എക്സാമ്പിൾസ്. കുടുംബം ഒരിക്കലും മിസ്സിസ് പേഴ്സണെ വകവെച്ചില്ല. അതിന് എക്സാമ്പിൾസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നമുക്കറിയാം. എന്തായാലും ഇവിടെ എഴുതിയിട്ടുണ്ട്. The thoughtless and selfish husband, son and daughter go out every night to enjoy themselves, leaving Mrs. Pearson alone at home. മിസ്സിസ് പേഴ്സണെ വീട്ടിൽ തനിച്ചാക്കി രാത്രി അടിച്ചു പൊളിക്കാൻ വേണ്ടി വീട്ടുകാരെല്ലാവരും പോകുന്നു. ദേ നെവർ താങ്ക്ഡ് ഹെർ ഈവൻ ബൈ എ ലുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരു നോട്ടത്തിൽ പോലും നന്ദി കാണിക്കാത്ത ആളുകളായിരുന്നു അവർ. ദേ നെവർ ഹെസിറ്റേറ്റഡ് ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് റെബ്യൂക്ഡ് ഹെർ harshly for any silly mistakes. അവർ ഒരിക്കലും മടി കാണിച്ചില്ല. എന്തിനാ? ടു ഗീവ് ഓർഡേഴ്സ്, ഓർഡർ കൊടുക്കാൻ വേണ്ടി. എന്തിനും അമ്മയോട് ഓർഡർ കൊടുക്കുകയായിരുന്നു. ആൻഡ് റെബ്യൂക്ഡ് ഹെർ ഹാർഷ്ലി, വളരെ രൂക്ഷമായിട്ട് അവരോട് ദേഷ്യപ്പെട്ടു. റെബ്യൂക്ക് ചെയ്യുക, ചീത്ത പറയുക. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ഭയങ്കരമായ രീതിയിൽ ദേഷ്യപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ദ ടൈറ്റിൽ ഓഫ് ദ പ്ലേ മദേഴ്സ് ഡേ. ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ മദേഴ്സ് ഡേ. അല്ലേ, മദേഴ്സ് ഡേ എന്നുള്ള ടൈറ്റിലിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ് ചോദ്യം. ദ ടൈറ്റിൽ ഓഫ് ദ പ്ലേ ഈസ് ക്വൈറ്റ് ആപ്റ്റ്. ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. സിൻസ് ഇറ്റ് ക്യാരീസ് ദ തീം ഓഫ് ദ പ്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈറ്റിൽ തന്നെ ഈ ഒരു കഥയുടെ തീം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ പ്ലേ ഈസ് എ മദർ. ഹിയർ ദ പ്ലേ റൈറ്റ് ഉദ്ദേശിക്കുന്നത് നാടകകൃത്ത് എന്നാണ്. ഗീവ്സ് us hints of the problems the mother faces from her grown-up children and her husband. മുതിർന്ന തൻ്റെ കുട്ടികളിൽ നിന്നും ഹസ്ബൻഡിൽ നിന്നും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ എഴുത്തുകാരൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ദ ടെക്നിക് എംപ്ലോയ്ഡ് ടു ഹാൻഡിൽ ദ സ്പോയിൽഡ് ചിൽഡ്രൻ. ഈ നശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ വേണ്ടാത്ത സ്വഭാവമുള്ള കുട്ടികൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ക്വൈറ്റ് അമ്യൂസിങ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ ചിന്തിപ്പിക്കുന്നതുമാണ്. തോട്ട് പ്രൊവോക്കിംഗ്. ദ ബോൾഡ് ആൻഡ് ഡൊമിനേറ്റിംഗ് മദർ ആക്ട്സ് ടഫ് വിത്ത് ദ ചിൽഡ്രൻ. ഇവിടെ നമുക്ക് കാണാൻ പറ്റാവുന്നത് വളരെ ധൈര്യമുള്ള, ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള അല്ലേ, എന്തിനും മുന്നിട്ട് നിൽക്കുന്ന ഒരു അമ്മയെയാണ്. അവരെന്ത് ചെയ്യുന്നു? ആക്ട്സ് ടഫ് വിത്ത് ചിൽഡ്രൻ. മക്കളുടെ മുകളിൽ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നു. ആൻഡ് ട്രൈസ് ടു മേക്ക് ദം റിയലൈസ്. അവരെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദ നീഡ് ഓഫ് പ്രോപ്പർ അറ്റൻഷൻ ടുവേർഡ്സ് ദെയർ മദർ. സ്വന്തം അമ്മയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച്, ശ്രദ്ധയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു ആ അമ്മ. ഇവിടെ അമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് മിസ്സിസ് പേഴ്സൺ ആണ്. മിസ്സിസ് പേഴ്സണിൻ്റെ മേത്ത് കയറിയ മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ ബാധ അല്ലേ. ദേ ആർ മെയ്ഡ് ടു ലേൺ ലെസൺ ഇൻ courtesy ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ നോട്ട് ഓൺലി ടുവേർഡ്സ് ദ മദർ ബട്ട് ഓൾസോ ടുവേർഡ്സ് വിസിറ്റിംഗ് നെയ്ബർ. അവരെ പഠിപ്പിച്ചു. മെയ്ഡ് ടു ലേൺ എന്നാണ് അല്ലേ, അവരെ പഠിപ്പിച്ചു. ദേ ആർ ടോട്ട് എ ലെസൺ. ഒരു പാഠമാണ് പഠിപ്പിച്ചത്. എന്തിലൊക്കെ? ഇൻ courtesy, മര്യാദയിലും, അതുപോലെ തന്നെ പൊളൈറ്റ് ബിഹേവിയർ, വിനയപൂർണമായിട്ടുള്ള സ്വഭാവത്തിലും. നോട്ട് ഓൺലി ടുവേർഡ്സ് ദ മദർ, അമ്മയോട് മാത്രമുള്ള പെരുമാറ്റത്തിലുള്ള ക്ലാസ് ആയിരുന്നില്ല അത്. പക്ഷേ അടുത്തുള്ള ഒരു നെയ്ബർ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അവരോടും മോശമായിട്ടുള്ള രീതിയിലാണ് പെരുമാറിയത്. അതിനെക്കുറിച്ചും ഒരു പാഠം പഠിപ്പിക്കാൻ ആ അമ്മയ്ക്ക് സാധിച്ചു. ദ മദർ certainly has her day as the children learn to treat her properly. തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് ഒരു ദിവസമുണ്ടായിരുന്നു. ആ ദിവസമാണ് നമ്മുടെ ടൈറ്റിലിൽ പറയുന്ന മദേഴ്സ് ഡേ. ആ ദിവസം കുട്ടികൾ പഠിച്ചു എങ്ങനെ അമ്മയെ ട്രീറ്റ് ചെയ്യണമെന്ന്. ദ സപ്പർ ബീയിങ് പ്രിപ്പയർഡ് ബൈ ദ ചിൽഡ്രൻ. അന്ന് എന്ത് ചെയ്തു? കുട്ടികളാണ് അത്താഴം ഉണ്ടാക്കിയത്. അവരതുപോലെ തന്നെ വീട്ടിൽ തന്നെ തങ്ങി. ദേ സ്റ്റേ അറ്റ് ഹോം. ആൻഡ് ദ ഫാമിലി ഗെയിം ഓഫ് റമ്മി അല്ലേ, ഫാമിലിയിൽ അവർ ഒന്നിച്ചിരുന്ന് കളിച്ചു റമ്മി. അതൊക്കെ എന്താണ്? എ റയർ ഗിഫ്റ്റ് ദാറ്റ് ദ മദർ റിസീവ്സ് ഓൺ ദീസ് ഇമ്പോർട്ടൻറ്റ് ഡേ. ഇതൊക്കെയാണ് ആ ഒരു പ്രധാനപ്പെട്ട ദിവസത്തിൽ ഈ അമ്മയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡേ ഓൺ വിച്ച് ദ റിയൽ വാല്യൂ ഓഫ് ദ മദർ ഈസ് ഐഡൻറ്റിഫൈഡ് ആൻഡ് അപ്രീഷിയേറ്റഡ് ബൈ ഹെർ ഫാമിലി. ഈ ദിവസമാണ് ഒരമ്മയുടെ യഥാർത്ഥ പ്രാധാന്യം ആ കുടുംബം മനസ്സിലാക്കിയത്. എവിടെ? ഇൻ ദ സ്റ്റോറി. ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് ദേ സിറ്റ് അറൗണ്ട് ഹെർ, ആ അമ്മയുടെ കൂടെ അവരെല്ലാവരും ഇരുന്നു എന്ന് ആ മദേഴ്സ് ഡേ എന്ന് പറയപ്പെടുന്ന ആ പ്രത്യേക ദിവസം. നമ്മൾ ആചരിക്കുന്ന മദേഴ്സ് ഡേ അല്ല, ഇവിടെ ഒരു മദേഴ്സ് ഡേ ഉണ്ട്. എല്ലാവരും ഈ അമ്മയെ ആദരിച്ച ദിവസത്തിനെയാണ് ഇവിടെ മദേഴ്സ് ഡേ എന്ന് പറയുന്നത് അല്ലേ. ആ ദിവസം ദേ സിറ്റ് അറൗണ്ട് ഹെർ, അവർക്ക് ആ അമ്മയ്ക്ക് ചുറ്റും അവർ ഇരിക്കുന്നു. വെയിറ്റിംഗ് ഫോർ ഓർഡേഴ്സ്, അമ്മ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി. വെയിറ്റിംഗ് ഫോർ ഓർഡേഴ്സ് അല്ലേ. വാട്ട് ഇംപ്രഷൻ ഡു യു ഫോം ഓഫ് മിസ്സിസ് ആനി പേഴ്സൺ? ആനി പേഴ്സണെ കുറിച്ച് നിങ്ങൾക്കുണ്ടായ ഇംപ്രഷൻ എന്താണ്? അതല്ലെങ്കിൽ
ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്സിസ് പേഴ്സൺ. ഇതാണ് ചോദ്യം. 5-6 മാർക്കിന് ചോദിക്കാം. ദ പ്ലേ മദേഴ്സ് ഡേ ഈസ് എ ഹ്യൂമറസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ സ്ട്രഗിൾസ് ഓർ ഡിഫിക്കൽട്ടീസ് ദാറ്റ് എ മദർ ഫേസസ് ഇൻ ഹെർ ഫാമിലി. സ്വന്തം ഫാമിലി അനുഭവിക്കുന്ന ദുരനുഭവങ്ങളെക്കുറിച്ചിട്ടുള്ള, അല്ലേ, ആരനുഭവിക്കുന്നത്? അമ്മ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ. അതിനെക്കുറിച്ചുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു പ്ലേ ആണിത്. ദ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് എ ക്യാരക്ടർ മിസ്സിസ് പേഴ്സൺ. മിസ്സിസ് പേഴ്സണെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണ്. ഷീ ഈസ് പ്ലസൻറ്റ് ബട്ട് വെറിഡ് ലുക്കിംഗ്. ഷീ ഈസ് ടിമിഡ്, മീക്ക് ആൻഡ് കെയറിങ്. We see how the family reacts when the mother tries to stand up for her rights. നമുക്കിവിടെ കാണാവുന്നത് എങ്ങനെയാണ് ഫാമിലി റിയാക്ട് ചെയ്യുന്നത്, ഏത് സമയത്ത് ഒരമ്മ തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സമയത്ത് എങ്ങനെ അവർ തിരിച്ചു പെരുമാറുന്നു എന്നാണ്. മിസ്സിസ് പേഴ്സൺ സ്പീക്സ് ഇൻ എ ലൈറ്റ് ഹറീഡ് ടോൺ. അവരുടെ സംസാരം എങ്ങനെയാണ്? വളരെ ലൈറ്റായിട്ടുള്ള ടോണിലാണ്, അല്ലേ, ധൃതിയിൽ സംസാരിക്കുന്നു. She is so fond of her family. She likes her family very much and runs after them all the time. എല്ലാ സമയവും അവരുടെ ആവശ്യങ്ങൾക്ക് പുറകെ ഓടുന്ന ഒരമ്മ. Her excessive love, അവരുടെ അധികമായുള്ള സ്നേഹം, love and care, have spoiled them. അതവരെ മോശപ്പെട്ടവരാക്കിയിട്ടുണ്ട്. And they have become thoughtless and selfish. ഈ അമ്മ ഏതു നേരവും പിന്നാലെയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ they never thought of their mother and they became selfish. അവർ സ്വാർത്ഥരായിട്ട് മാറുന്നു, അമ്മയെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുന്നില്ല. ഷീ ഫീൽസ് നെഗ്ലക്റ്റഡ്. ആ അമ്മയ്ക്ക് താൻ ഉപേക്ഷിക്കപ്പെട്ടവരായി തോന്നുകയാണ്. ആൻഡ് ലോൺലി, ഏകാഗിയായിട്ടും തോന്നുന്നു. ബട്ട് ലാക്സ് കറേജ് ടു ഡിസ്കസ് തിങ്സ് വിത്ത് ദം. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഇക്കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുവാൻ വേണ്ടി അവർക്ക് കഴിയുന്നില്ല, അതിനുള്ള ധൈര്യമില്ല. ഇൻ ഓർഡർ ടു കീപ് ദ ഫാമിലി അറ്റ്മോസ്ഫിയർ പ്ലസൻറ്റ്, ആ ഒരു കുടുംബാന്തരീക്ഷം സന്തോഷകരമായി നിലനിർത്താൻ ഷീ എൻഡ്യൂവേഴ്സ് ദെയർ ഡേർട്ടി ബിഹേവിയേഴ്സ്. അവരെല്ലാം സഹിക്കുകയാണ്, അവരുടെ മോശപ്പെട്ട ബിഹേവിയേഴ്സ്, സ്വഭാവങ്ങളെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹവെവർ, എന്നിരുന്നാലും, ഷീ വിഷസ് ടു ഗെറ്റ് റിഡ് ഓഫ് ദെയർ റൂത്ത്ലെസ് ട്രീറ്റ്മെൻറ്റ്. ഈ ഒരു ക്രൂരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ഫ്രണ്ട്, സ്വന്തം സുഹൃത്തിൻ്റെ സഹായത്താൽ. ഷീ ഈസ് സോ ടെൻഡർ ഹേർട്ടഡ്, വളരെ ലോല ഹൃദയമുള്ള ആളാണെന്നൊക്കെ പറയും. ദാറ്റ് ഷീ ഈസ് ഷോക്ക് ടു സീ ദ റഫ് ട്രീറ്റ്മെൻറ്റ് ഷോൺ ടു ഹെർ ചിൽഡ്രൻ ബൈ ഹെർ ഫ്രണ്ട്. എന്താണ് ലോല ഹൃദയമാണെന്ന് പറയാൻ കാരണം? അവർക്ക് തൻ്റെ സുഹൃത്ത്, അതായത് മിസ്സിസ് ഫിറ്റ്ജെറാൾഡ്, തൻ്റെ മക്കളോടും ഹസ്ബൻഡിനോടൊക്കെ പെരുമാറുന്ന ആ റഫ് ട്രീറ്റ്മെൻറ്റിൽ, റഫായിട്ടാണ് പെരുമാറുന്നത്. അതവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. കുടുംബാംഗങ്ങൾ എങ്ങനെയൊക്കെ പെരുമാറിയാലും ശരി, വേറൊരാൾ അവരുടെ കുടുംബത്തിൽ വന്നിട്ട് മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറുമ്പോൾ അതവർക്ക് സഹിക്കുന്നില്ല. ഷീ ഡിസൈഡ്സ് ടു ചേഞ്ച് ബാക്ക് ടു ഹെർ ഒറിജിനൽ പേഴ്സണാലിറ്റി. അതുകൊണ്ട് തന്നെ സ്വന്തം പേഴ്സണാലിറ്റിയിലേക്ക് തിരിച്ചു വരാൻ അവർ തയ്യാറാകുന്നു, എന്നിട്ട് ഫാമിലിയെ ട്രീറ്റ് ചെയ്യാനും. അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലേ, ഈ പ്ലേയുടെ അവസാനം, ദർ ഈസ് എ റാദർ ബോൾഡ് ബട്ട് അഫെക്ഷനേറ്റ് മിസ്സിസ് പേഴ്സൺ. നമുക്ക് ഒന്നുകൂടി ബോൾഡായിട്ടുള്ള പക്ഷേ സ്നേഹമുള്ള മിസ്സിസ് പേഴ്സണെയാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തത് ഫിറ്റ്ജെറാൾഡിൻ്റെ റോളിനെ കുറിച്ച് എഴുതാനാണ്. അതല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് കൂടിയുള്ള ഉത്തരമാണിത്. ഹൗ ഡസ് മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് ഇൻ പേഴ്സണാലിറ്റി ഓഫ് മിസ്സിസ് പേഴ്സൺ പെർഫോം ഹെർ സ്പോയിൽഡ് ഫാമിലി മെമ്പേഴ്സ്. മോശപ്പെട്ട സ്വഭാവമുള്ള ഈ ഫാമിലി മെമ്പേഴ്സിനെ എങ്ങനെയാണ് ഫിറ്റ്ജെറാൾഡ് നേരെയാക്കിയത്, അല്ലേ, എന്തൊക്കെയാണ് ചെയ്തത്? അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് ഹാസ് എ വൈറ്റൽ റോൾ ടു പ്ലേ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്ലോട്ട്. ഈ ഒരു കഥയുടെ വികസനത്തിൽ വലിയ ഒരു പങ്കാണ് മിസ്സിസ് ഫിറ്റ്ജെറാൾഡിനുള്ളത്. ഷീ ഈസ് ദ നെയ്ബർ ഓഫ് മിസ്സിസ് പേഴ്സൺസ്. പേഴ്സൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൺസ് ഫാമിലി. ഷീ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ ഫോർച്യൂൺ ടെല്ലർ. അവർ അവതരിപ്പിക്കപ്പെടുന്നത് ഒരു ഫോർച്യൂൺ ടെല്ലർ എന്നുള്ള രീതിയിലാണ്. ഇറ്റ് ഈസ് ത്രൂ ദ ഇനീഷ്യൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹെർ ആൻഡ് മിസ്സിസ് പേഴ്സൺ ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലംസ് ദാറ്റ് മിസ്സിസ് പേഴ്സൺ ഫേസസ്. പേഴ്സൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അവരും മിസ്സിസ് പേഴ്സണും തമ്മിലുള്ള കോൺവെർസേഷനിൽ നിന്നാണ്. മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് ഡെഡിക്കേറ്റ്ലി അനലൈസസ് ദ സിറ്റുവേഷൻ. ആ പ്രശ്നത്തെക്കുറിച്ച്, അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് വളരെ ആത്മാർത്ഥമായിട്ട്, ഡെഡിക്കേറ്റഡ്ലി എന്നാണ്, അല്ലേ, അതിനെക്കുറിച്ച് വിലയിരുത്തുന്നു. സജസ്റ്റ് എ റെമഡി, ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നു. ആൻഡ് ബിക്കംസ് ദ വോയിസ് ഓഫ് ദ പ്ലേ റൈറ്റ്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ എഴുത്തുകാരൻ്റെ വോയിസ് എന്ന് പറയുന്നത് അവതരിപ്പിക്കപ്പെടുന്നത് മിസ്സിസ് ഫിറ്റ്ജെറാൾഡിലൂടെയാണ്. സിൻസ് മിസ്സിസ് പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ദ ഗട്ട്സ് ടു സ്റ്റാൻഡ് ഓൺ ഹെർ ഓൺ. സ്വന്തം കാലിൽ നിൽക്കാൻ മിസ്സിസ് പേഴ്സണ് ത്രാണിയില്ലാതാകുന്ന സമയത്ത് മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് സജസ്റ്റ് എക്സ്ചേഞ്ച് ഓഫ് പേഴ്സണാലിറ്റീസ്.
പരസ്പരം പേഴ്സണാലിറ്റി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നതും മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡാണ്. നൗ ആസ് മിസ്സിസ് പേഴ്സൺ വിത്ത് ദ പേഴ്സണാലിറ്റി ഓഫ് ഫിറ്റ്സ്ജെറാൾഡ്, പിന്നീട് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ പേഴ്സണാലിറ്റിയുള്ള മിസ്സിസ് പേഴ്സൺ എന്ത് ചെയ്യുന്നു? പുട്സ് ദ പ്ലാൻ ഓഫ് റിഫോർമേഷൻ ഇൻ ആക്ഷൻ. ഒരു പ്ലാൻ തയ്യാറാക്കാനാണ് അല്ലേ, കുടുംബത്തിനെ നേരെയാക്കുന്നതിനെക്കുറിച്ച്, ഒരു റിഫോർമേഷൻ നടത്തുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഷീ ഡേഴ്സ് സം ഡീഡ്സ് ദാറ്റ് ആർ അൺയൂഷ്വൽ ഫോർ ദ ഫാമിലി. ആ ഫാമിലിക്ക് അൺയൂഷ്വൽ ആയിട്ടുള്ള, പരിചിതമല്ലാത്ത, അൺഫെമിലിയർ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ അവർ ധൈര്യപ്പെടുന്നു. ഷീ ഫർദർ ഷോക്സ് ദം. അവർ ഫാമിലിയെ ഞെട്ടിക്കുകയാണ്. ബൈ ബീയിങ് ടഫ് വിത്ത് ദം. അവരോട് ക്രൂരമായിട്ട് പെരുമാറിക്കൊണ്ട്, അല്ലെങ്കിൽ ടഫായിട്ട്, ക്രൂരമായിട്ട് എന്നല്ല, വളരെ കഠിനമായിട്ടുള്ള രീതിയിൽ പെരുമാറിക്കൊണ്ട് ഇൻ വേർഡ് ആൻഡ് ആക്ഷൻ, പ്രവൃത്തിയിലും വാക്കുകളിലും വളരെ രൂക്ഷത നിറഞ്ഞ വാക്കുകളും പ്രവൃത്തിയുമായിരുന്നു അല്ലേ. ഷീ ആസ്ക്സ് ദം ടു ലുക്ക് ആഫ്റ്റർ ദംസെൽവ്സ്. സ്വന്തം കാര്യം അവനവൻ തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവരാവശ്യപ്പെട്ടത്. ഷീ ക്ലിയർലി ടെൽസ് ദം ദാറ്റ്. അവരോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഷീ ഹാസ് ഓൾറെഡി വർക്ക്ഡ് ഫോർ മോർ ദാൻ 8 hours ഡേ. മറ്റുള്ളവർ 8 മണിക്കൂറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവരും പറയുന്നുണ്ട് തൻ്റെ 8 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഷീ ടെൽസ് ദം പ്ലെയിൻലി ഹൗ ദേ ബിഹേവ് അറ്റ് ഹോം ആൻഡ് വർക്ക് പ്ലേസ്. എങ്ങനെയാണ് അവർ വീട്ടിലും അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലും പെരുമാറിയിരിക്കുന്നത് എന്നും ഓപ്പണായിട്ട് പറയാൻ അവരെ കൊണ്ട് സാധിക്കുന്നു. ഷീ മേക്സ് മിസ്റ്റർ ജോർജ് പേഴ്സൺ, ഹു ഗോസ് അവേ എവറി ഈവനിങ് ടു ക്ലബ്, ലിവിങ് ഹിസ് വൈഫ് അലോൺ അറ്റ് ഹോം, അവെയർ ഹൗ ദ പീപ്പിൾ അറ്റ് ക്ലബ് മേക്സ് ഫൺ ഓഫ് ഹിം. ഭർത്താവിനോട് ക്ലബിലെ അംഗങ്ങൾ എങ്ങനെയാണ് കളിയാക്കിയിരുന്നത് എന്നും പറഞ്ഞു. ഇൻ ഷോർട്ട്, ഷീ മേക്സ് ദം റിയലൈസ് ദ റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ദ മദർ. ചുരുക്കി പറഞ്ഞാൽ അവരെ എങ്ങനെ പെരുമാറണം ഒരമ്മയോട് അല്ലെങ്കിൽ ഭാര്യയോട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഈ ഒരു അമ്മയ്ക്ക് സാധിച്ചു. മിസ്സിസ് പേഴ്സൺ എന്ന് പറയുന്നത് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ പേഴ്സണാലിറ്റി ഉള്ളതാണല്ലോ. അപ്പോൾ ഇത് മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ റോള് തന്നെയാണ്. ഇൻ ദ എൻഡ്, നമ്മുടെ കഥയുടെ അവസാനം, ഷീ റീഗെയിൻസ് ഹെർ ഓൺ പേഴ്സണാലിറ്റി. സ്വന്തം പേഴ്സണാലിറ്റി തിരിച്ചു കിട്ടുന്നു. ആൻഡ് ഇൻസിസ്റ്റ് മിസ്സിസ് പേഴ്സൺ. എന്നിട്ട് മിസ്സിസ് പേഴ്സണോട് നിർബന്ധിക്കുകയാണ് ടു ബി ഫേം, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ. Thus, Mrs. Fitzgerald seems to be the central focus of the play than the protagonist. നമ്മുടെ ഹീറോയിനേക്കാൾ കൂടുതൽ ഫോക്കസ് കിട്ടുന്ന ഒരു കഥാപാത്രമായിട്ട് മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് മാറുന്നു. അടുത്ത ചോദ്യം, മറ്റു 2 ക്യാരക്ടർ സ്കെച്ച്, 2 അല്ല 3 ഡോറിസ്, സിറിൽ, ജോർജ് പേഴ്സൺ നോക്കാം. ഡോറിസ് എന്ന് പറയുന്നത് മിസ്സിസ് പേഴ്സൻ്റെ മകളാണ്. പെർഫെക്റ്റ്ലി സ്പോയിൽഡ് എന്നാണ് പറയുന്നത്. അങ്ങേയറ്റം മോശമായിട്ടുള്ള സ്വഭാവമുള്ള ആളാണ് അല്ലേ. ഷീ വാണ്ട്സ് ടു ബി വെയിറ്റഡ് അപ്പോൺ ബൈ ഹെർ മദർ. എപ്പോഴും അമ്മ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം ചെയ്തു തരണം എന്നാണ് അവരുടെ ആഗ്രഹം. ഷീ ടേക്സ് നോ പെർമിഷൻ ഫോർ ഗോയിങ് ഔട്ട്. അമ്മയോട് അനുവാദമൊന്നും ചോദിക്കുന്നില്ല പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പോവുകയാണ്, തോന്നുമ്പോൾ വരും. ഷീ വീപ്സ് ഇൻ എവരി പോസിബിൾ ഓപ്പർച്യൂണിറ്റി. തരം കിട്ടുമ്പോഴെല്ലാം കരഞ്ഞ് മുതലെടുക്കുന്ന ആളാണ് അല്ലേ. ഷീ വീപ്സ്, വീപ്പ് ചെയ്യുക, കരയുക. ആൻഡ് ഈസ് ഹൈലി ഇമ്മച്ചർ. അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാകുന്നത് മകൾ തീരെ മെച്ചർ അല്ല എന്നാണ് അല്ലേ. ഇമ്മച്ചർ എന്ന് പറഞ്ഞാൽ മെച്ചൂരിറ്റി കാണിക്കാത്ത, സ്വഭാവത്തിൽ ഒരിക്കലും ഒരു പക്വത കാണിക്കാത്ത ഒരു കുട്ടിയായിട്ടാണ് ഇവിടെ ഡോറിസ് അവതരിപ്പിക്കപ്പെടുന്നത്. അടുത്തത് മകൻ്റെ കാര്യമാണ്, സിറിൽ. ഈക്വലി പാമ്പേർഡ് ആൻഡ് ഇമ്മച്ചർ. നമ്മുടെ ഡോറിസിനെ പോലെ തന്നെ സിറിൽ ഈസ് ഈക്വലി പാമ്പേർഡ് ആൻഡ് ഇമ്മച്ചർ ആസ് ദാറ്റ് ഓഫ് ഡോറിസ്. ഡോറിസിനെ പോലെ തന്നെ എന്താണ്, അത്യധികം വഷളാക്കപ്പെട്ട, പാമ്പേർഡ് എന്ന് പറഞ്ഞാൽ ലാളിച്ച് വഷളാക്കിയ, അതുപോലെ തന്നെ ഇമ്മച്ചറായിട്ടുള്ള, അപക്വമായിട്ടുള്ള രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് സിറിലും. ഹി വാണ്ട്സ് ടു ബി വെയിറ്റഡ് അപ്പോൺ ബൈ ഹിസ് മദർ. നമ്മുടെ ഡോറിസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എല്ലാം അമ്മ ചെയ്തു തരണം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു അമ്മ തനിക്ക് വേണ്ടി എല്ലാം ചെയ്യണം, തൻ്റെ ഓർഡറിന് വേണ്ടി കാത്തു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മകൻ. ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഔട്ട്ഡോർ ലൈഫ് ലൈക്ക് ലൈറ്റ് നൈറ്റ് പാർട്ടിങ് ആൻഡ് ബെറ്റിംഗ് ഓൺ ഹോഴ്സ് റേസിങ്. രാത്രിയുള്ള പാർട്ടികൾക്കും അതുപോലെ തന്നെ ഹോഴ്സ് റേസിൽ ബെറ്റ് ചെയ്യാനും വെറുതെ പൈസയൊക്കെ കളയാനുമാണ് പുള്ളിക്കാരൻ്റെ ആഗ്രഹം. അത് പേഴ്സൺ എന്ന് പറയുന്നത് നമുക്കറിയാം പോമ്പസ് ആണ് അല്ലേ, അത്യാവശ്യം പൊങ്ങച്ചക്കാരനാണ്, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അരഗൻ്റാണ്, കുറച്ച് അഹങ്കാരമുണ്ട്. ആൻഡ് സെൽഫ് ഇമ്പോർട്ടൻറ്റ്, ഞാൻ വലിയ ആളാണെന്ന് ഭാവമുള്ള ആളാണ്. ഹീ ഈസ് കെയർലെസ് ഓഫ് ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ്. തൻ്റെ വീട്ടിലുള്ള ഡ്യൂട്ടികളെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്ത ആളാണ്. ആൻഡ് അൺകൺസേൺഡ് അബൌട്ട് ഹിസ് വൈഫ്സ് വിഷസ് ആൻഡ് പെയിൻ. സ്വന്തം ഭാര്യയുടെ ആഗ്രഹങ്ങളിലും അവരുടെ വേദനകളിലും യാതൊരു കൺസേണും കാണിക്കാത്ത ഒരു മനുഷ്യൻ. എൻഗ്രോസ്ഡ് ഇൻ ദ ഔട്ട്ഡോർ ലൈഫ്, പുറത്തെ ജീവിതത്തിൽ എന്നുവെച്ചാൽ വെളിയിൽ പോയി അറമാദിക്കുന്ന. സ്പെൻസ് ഹിസ് ടൈം ഇൻ ക്ലബ്, സമയം മുഴുവൻ ക്ലബിൽ ചിലവഴിക്കുന്ന. വെയർ ഹി ഹാസ് ഗോട്ട് എ ബാഡ് ഇംപ്രഷൻ, ആ ക്ലബിലെ എങ്ങനെയാണ്, അവിടെ അയാൾക്ക് ഒരു ബാഡ് ഇംപ്രഷനാണുള്ളത്, അത് അയാൾക്ക് അറിയുകയില്ല, അൺനോൺ ടു ഹിം.
പീപ്പിൾ ദർ ഓഫൻ കോൾസ് ഹിം, അവിടെയുള്ള ആളുകൾ അയാളെ വിളിച്ചിരിക്കുന്നത് ഓംപി പേഴ്സൺ എന്നാണ്. അടുത്തത് ദ തീം ഓഫ് ദ സ്റ്റോറി. ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ഉള്ള കാര്യങ്ങളൊന്നും ക്രോഡീകരിച്ച് എഴുതിയതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവുമാണ്. The theme of the play is the status of women in their own household. The housewife serves the members of a family with complete devotion, sincerity and love. However, she is never given the regard, attention or words of gratitude. എന്തെല്ലാം ചെയ്താലും ഫാമിലിയിൽ നിന്ന് നന്ദി കിട്ടാത്ത, അറ്റൻഷൻ, ശ്രദ്ധ കിട്ടാത്ത ആളുകളാണ് വീട്ടമ്മ എന്ന് പറയുന്നത്. ഹെയർ ലീനിയൻസി ആൻഡ് ഈഗർനെസ്, അവരുടെ ആ എളിമയും അവരുടെ ആ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ഈഗർനെസ്, ഉത്സാഹവും. എന്തിനു വേണ്ടിയിട്ടാണ് ആ ഉത്സാഹം കാണിക്കുന്നത്? ഈഗർനെസ് ടു പ്ലീസ് എവരിവൺ, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ. റെഡ്യൂസസ് ഹെയർ ഇൻ ടു റാങ്ക് ഓഫ് അൺപെയ്ഡ് ഡൊമസ്റ്റിക് സെർവൻറ്റ്, അതവരെ ആക്കി മാറ്റുന്നത് കൂലി കൊടുക്കേണ്ടാത്ത ഒരു വീട്ടുജോലിക്കാരിയിലേക്ക് അവരെ താഴ്ത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് പൊളൈറ്റ്ലി റിക്വസ്റ്റഡ് ഫോർ എ ഫേവർ, അവരുടെ എന്തെങ്കിലും ഔദാര്യത്തിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാതെ ഷീ ഈസ് ഓർഡേഡ് ടു ഡു ഇറ്റ്. ആരും അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നില്ല ഇന്നത് ചെയ്തു തരണമെന്ന്, മറിച്ച് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മിസ്സിസ് പേഴ്സൺ ഈസ് ദ ഹാരസ്ഡ് മദർ. ഇവിടെ നമുക്ക് ഹരാസ് ചെയ്യപ്പെടുന്ന അമ്മ എന്ന് പറയുന്നത് ഇവിടെ മിസ്സിസ് പേഴ്സൺ ആണ്. അവരുടെ ഡോട്ടറായിട്ടുള്ള ഡോറിസ്, മകനായിട്ടുള്ള സിറിൽ, ഹസ്ബൻഡായിട്ടുള്ള ജോർജ്, എല്ലാവരും എന്താണ് ചെയ്യുന്നത്? ടേക്ക് ഹെയർ സർവീസസ് ഫോർ ഗ്രാൻഡഡ്, എല്ലാതും തങ്ങളുടെ അവകാശമാണ് എന്നുള്ള രീതിയിൽ അല്ലേ. ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ ടു ആക്സെപ്റ്റ് സംതിങ് അൺക്വസ്റ്റനിങ്ലി എന്നാണ് അർത്ഥം. യാതൊരു ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുക, അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന കൊടുക്കാതെ എല്ലാം അവകാശമാണെന്നുള്ള രീതിയിൽ സ്വീകരിക്കുക, അതിനെയൊക്കെയാണ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്നത്. അങ്ങനെ പെരുമാറുന്ന ആളാണ്. ആൻഡ് ഹാവ് ബിക്കം തോട്ട്ലെസ് ആൻഡ് സെൽഫിഷ്, അവരെക്കുറിച്ച് ചിന്തിക്കാത്ത സ്വാർത്ഥരായിട്ടുള്ള ആളുകളാണ്. ദ ഇൻ്റർചേഞ്ച് ഓഫ് പേഴ്സണാലിറ്റീസ് ആൻഡ് ദ ഹാർഷ് ട്രീറ്റ്മെൻറ്റ് meted out to them by the personality of Mrs. Fitzgerald in the body of Mrs. Pearson reforms them and they obey the mother willingly. The interchange of personalities, our personalities പരസ്പരം മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? And the harsh treatment meted out means പെർഫോംഡ് എന്ന അർത്ഥം. സ്പ്രെഡ് ഔട്ട്, എല്ലായിടത്തും തുല്യമായി വീതിക്കുക എന്നൊക്കെയാണ് മീറ്റഡ് ഔട്ടിൻ്റെ അർത്ഥം. ഇവിടെ വീതിക്കുന്നത് എന്നാണ്? ഹാർഷ് ട്രീറ്റ്മെൻ്റ് ആണ്, ക്രൂരമായിട്ടുള്ള പെരുമാറ്റമാണ് അല്ലേ. പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് എന്ത് ചെയ്യുന്നു? മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ പേഴ്സണാലിറ്റിയുള്ള മിസ്സിസ് പേഴ്സൺ ഹാർഷായിട്ടാണ് പെരുമാറുന്നത്. അത് എന്തിന് കാരണമായി? റിഫോംസ് ദം, അതവരെ റിഫോം ചെയ്യുന്നു, അവരുടെ സ്വഭാവത്തെ ഒന്നുകൂടി നന്നാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ ആൻഡ് ദേ ഒബേ ദ മദർ വില്ലിംഗ്ലി, അങ്ങനെ ആ അമ്മയെ അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാകുന്നു. ഇതാണ് നമ്മുടെ കഥയുടെ ഒരു തീം എന്ന് പറയുന്നത്. So these all are the important questions from the chapter The Mother's Day. Study them very well. Thank you.